എ ശ്രീധരമേനോൻ്റെ കേരള ചരിത്രം, അദ്ധ്യായം 7 ആയി രാജ്യം, ഭാഗം 20. അദ്ധ്യായം 7 ആയി രാജ്യം. ദക്ഷിണ കേരളത്തിലെ ആയി രാജ്യത്തെക്കുറിച്ച് 5-ാം അദ്ധ്യായത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. പ്രാചീന സംഘകാലത്ത് പ്രാബല്യത്തിൽ വരികയും AD 10-ാം ശതകത്തോടുകൂടി അസ്തമിക്കുകയും ചെയ്ത ആയി രാജ്യത്തിൻ്റെ ചരിത്രം ചുരുക്കത്തിൽ പറയുകയാണ് ഈ അദ്ധ്യായത്തിൽ. തെക്കൻ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശമാണ് ആയി രാജവംശം. വേണാട്ട് രാജാക്കന്മാർ കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും ആധിപത്യമുറപ്പിച്ച് ഒരു പ്രബല രാഷ്ട്രീയ ശക്തിയായി തീരുന്നതിനു മുൻപ് തന്നെ ആയി രാജാക്കന്മാർ അവരുടെ വിസ്തൃതമായ രാജ്യം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ 10-ാം ശതകത്തിൻ്റെ ആരംഭം വരെ ദക്ഷിണ കേരളത്തിലെ അതീശ ശക്തിയായിരുന്നു അവർ. കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്കുള്ള ദേശങ്ങൾ മാത്രം ഉൾപ്പെടുന്ന ഒരു ചെറിയ രാജ്യമായിരുന്നു അന്ന് വേണാട്. കൊല്ലമായിരുന്നു തലസ്ഥാനം. ആയി രാജ്യത്തിൻ്റെ വികാസദശയിൽ അത് വടക്ക് തിരുവല്ല തൊട്ട് തെക്ക് നാഗർകോവിൽ വരെ വ്യാപിച്ചിരുന്നു. സഹ്യപർവ്വതമായിരുന്നു പ്രധാന ഭാഗം. ആയി വംശത്തിൻ്റെ ഭരണത്തിലിരുന്ന ബാറിസിനും പമ്പാനദി, കന്യാകുമാരിക്കും ഇടയിലുള്ള രാജ്യത്തെ അയോയി എന്നാണ് ടോളമി വിളിച്ചിരുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. നാഞ്ചിനാട് എന്നറിയപ്പെടുന്ന പണ്ടത്തെ തെക്കൻ തിരുവിതാംകൂർ ആദ്യകാലത്ത് ആയി രാജ്യത്തിൻ്റെ വകയായിരുന്നു. പൊതിയം മലയായിരുന്നു ആയി രാജ്യത്തിൻ്റെ തലസ്ഥാനമെന്ന് പുറനാനൂറിൽ നിന്ന് മനസ്സിലാക്കാം. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ചെങ്കോട്ടയ്ക്കടുത്തുള്ള ആയിക്കുടിയാണ് പൊതിയം മല. ആയി രാജവംശത്തിൻ്റെ ആഗമത്തെക്കുറിച്ച് വ്യക്തമായ അറിവൊന്നുമില്ല. ആയി രാജാക്കന്മാർ യാദവ വംശത്തിൽ അഥവാ വൃഷ്ണി വംശത്തിൽ പിറന്നവരാണെന്ന് വിക്രമാദിത്യ വരഗുണന്റെ പാലിയം ശാസനത്തിൽ AD 925 പറയുന്നു. ഈ വിഖ്യാത വംശത്തിന് ജന്മം നൽകുകയാൽ ചന്ദ്രൻ കളങ്കവിമുക്തനായി എന്നും പ്രസ്തുത ശാസനത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. നച്ചിനാർക്കിനിയർ 14-ാം ശതകത്തിൽ തൊൽക്കാപ്പിയത്തിൽ എഴുതിയ വ്യാഖ്യാനത്തിൽ ആയി രാജാക്കന്മാർ അഗസ്ത്യനോടൊപ്പം ദ്വാരകയിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞു കാണുന്നു. പ്രഥമ ദൃഷ്ട്യാ അതിശയോക്തി എന്ന് കരുതാവുന്ന ഈ പ്രസ്താവനകളൊന്നും നാം കാര്യമായി എടുക്കേണ്ടതില്ല. ചോള, ചേര, പാണ്ഡ്യ രാജാക്കന്മാരെ പോലെ ആയി രാജാക്കന്മാരും ഈ മണ്ണിൽ പിറന്ന ദ്രാവിഡരായിരുന്നെന്ന് സംഘകൃതികൾ തെളിയിക്കുന്നുണ്ട്. ആയി ആണ്ടിരൻ, തിതിയൻ, അതിയൻ എന്നിവരാണ് സംഘകാലത്തെ ആയി രാജാക്കന്മാരിൽ പ്രമുഖന്മാർ. ആണ്ടിരൻ. പുറനാനൂറിലെ പല കവിതകളിലും ആയി ആണ്ടിരനെ വർണ്ണിക്കുന്നുണ്ട്. സഹ്യപർവ്വതത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പൊതിയം മലയുടെ അതിനായകൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. പ്രധാനമായും സമാധാന തൽപരനായിരുന്ന ആണ്ടിരൻ സാഹിത്യത്തിൻ്റെയും കലകളുടെയും സംരക്ഷകനുമായിരുന്നു. കുതിരകൾ, തേരുകൾ, ഗ്രാമങ്ങൾ എന്നിവ കവികൾക്കും ഗായകർക്കും അദ്ദേഹം ദാനം ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ആണ്ടിരൻ്റെ സമൃദ്ധമായ രാജ്യത്ത് ആനകൾ ധാരാളം ഉണ്ടായിരുന്നതുകൊണ്ട് ആനകളെ സംഭാവന ചെയ്യാനായിരുന്നത്രേ അദ്ദേഹത്തിന് പ്രത്യേക താൽപ്പര്യം. പുറം 130-131. ആയി രാജാക്കന്മാരുടെ ചിഹ്നവും ആനയായിരുന്നു. മുടമോജിയാർ, കുട്ടുവൻ, കീരനാർ തുടങ്ങിയ അക്കാലത്തെ കവികൾ ആണ്ടിരൻ്റെ ദയാവായ്പിനെയും ഔദാര്യത്തെയും പല കവിതകളിലും വാഴ്ത്തിയിട്ടുണ്ട്. സുശിക്ഷിതമായ ഒരു സൈന്യത്തിനുടയവനായിരുന്ന ആ വീരയോദ്ധാവ് കൊങ്ങുനാടു രാജാക്കന്മാരെ തോൽപ്പിച്ച് പടിഞ്ഞാറേ കടൽ വരെ ഓടിച്ചതായി പറയുന്നു. പുറം 130. ശൈവനായിരുന്ന ആണ്ടിരൻ ആലിൻ കീഴിൽ അമരുന്ന ശിവനെ ആരാധിച്ചു പോന്നു. പല പത്നിമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അവരെല്ലാം ഭർതൃചരമത്തിൽ സതി അനുഷ്ഠിച്ചു. പുറം 240. മരണാനന്തരം അദ്ദേഹം ദേവലോകത്തേക്ക് സ്വാഗതം ചെയ്യപ്പെട്ടെന്നും ഇന്ദ്രപുരി പെരുമ്പറ മുഴക്കി അദ്ദേഹത്തിൻ്റെ ആഗമനം വിളംബരം ചെയ്തെന്നും പറയുന്നു. പുറം 241. അന്തുവൻ ചേരലിൻ്റെ വൃദ്ധനായ സമകാലികനായിരുന്നു ആണ്ടിരൻ. രണ്ടാളെയും മുടമോജിയാർ പുറനാനൂറിൽ പ്രകീർത്തിക്കുന്നുണ്ട്. ആണ്ടിരനു ശേഷമാണ് ചേരന്മാർ കേരളത്തിൽ ശക്തി പ്രാപിച്ചത്. ആണ്ടിരൻ ഒരുപക്ഷെ ചേരന്മാരെക്കാൾ പ്രതാപവാനായിരുന്നു എന്ന് വരാം. തിതിയൻ. പൊതിയൻ ചെൽവൻ എന്ന് അകനാനൂറിൽ വർണ്ണിക്കപ്പെടുന്ന തിതിയൻ ആണ്ടിരൻ്റെ അനന്തരഗാമിയാണോ എന്നറിയാൻ പ്രയാസമാണ്. എങ്കിലും ആണ്ടിരൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധനായ ആയി രാജാവ് അദ്ദേഹമാണ്. കപിലരും പരണരും ഭൂതപാണ്ഡ്യനെന്ന പാണ്ഡ്യ രാജകവിയും ഇദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്നു.
ഇക്കാലത്ത് പാണ്ഡ്യ രാജാക്കന്മാരും ആയി രാജാക്കന്മാരും തമ്മിൽ എന്തെങ്കിലും സംഘട്ടനം നടന്നതായി കരുതാൻ വിശ്വാസയോഗ്യമായ തെളിവൊന്നുമില്ല. പക്ഷേ ഈ രണ്ട് രാജാക്കന്മാരും പാണ്ഡ്യരാജ്യത്തിന്റെ പടിഞ്ഞാറേ അതിർത്തി ഭൂതപ്പാണ്ഡ്യയായി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു ധാരണയിൽ എത്തിയിരുന്നു. അതിയനും അനന്തരഗാമികളും. അടുത്ത പ്രമുഖനായ ആയി രാജാവ് അതിയനാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പല വിവരങ്ങളും നമുക്കറിയാം. അതിയന്റെ ഭരണമായപ്പോഴേക്ക് ആയി രാജ്യം ശിഥിലമാകാൻ തുടങ്ങി. പരാക്രമശാലിയായ പശുംപൂൺ പാണ്ഡ്യൻ, അഴകിയ പാണ്ഡ്യൻ, അന്ന് ആയി രാജ്യം ആക്രമിക്കുകയും അതിയനെ കീഴടക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. പരണർ ഈ യുദ്ധത്തെ അകനാനൂറിൽ വർണ്ണിക്കുന്നുണ്ട്. അതിയന്റെ അനന്തരഗാമികൾ നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യവും ആധിപത്യവും വീണ്ടെടുക്കാൻ പാണ്ഡ്യന്മാർക്കെതിരായി വീരോചിതമായ സമരം ചെയ്തു. നെടുഞ്ചെഴിയൻ എന്ന പാണ്ഡ്യരാജാവ് സമകാലികരായ 7 ദക്ഷിണേന്ത്യൻ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ തലയ്യാലങ്കാനത്ത് യുദ്ധത്തിൽ ആയി രാജാവും പങ്കെടുത്തു. നക്കീരർ ഈ യുദ്ധത്തെ അകനാനൂറിൽ വർണ്ണിക്കുന്നു. കാലക്രമേണ ആയി രാജാക്കന്മാർ ദക്ഷിണ മധ്യ തിരുവിതാംകൂറിൽ തങ്ങൾക്ക് നേരത്തെ നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങളെല്ലാം തിരിച്ചുപിടിച്ചെങ്കിലും പണ്ടത്തെ പ്രാബല്യം വീണ്ടെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. സംഘകാലത്തിനു ശേഷം. സംഘകാലത്തിന് തൊട്ടുപിറകെയുള്ള ഘട്ടം ആയി രാജ്യചരിത്രത്തിലും ഇരുളടഞ്ഞതാണ്. പക്ഷേ 7-ാം ശതകത്തിനു ശേഷമുള്ള ചില കാര്യങ്ങൾ പാണ്ഡ്യശാസനങ്ങളിൽ നിന്ന് ഗ്രഹിക്കാം. ഇക്കാലത്ത് പാണ്ഡ്യ രാജാക്കന്മാർ ആയി രാജ്യത്തിന്റെ കിഴക്കുള്ള ഭാഗങ്ങളിൽ ഒരു വലിയ ശക്തിയായി വളർന്നിരുന്നു. വടക്ക് ചേര സാമ്രാജ്യവും വികാസം പ്രാപിച്ചു. എന്നാൽ വിഴിഞ്ഞവും തിരുവനന്തപുരവും അതുപോലുള്ള തെക്കൻ പ്രദേശങ്ങളും ആയി രാജ്യത്തിന്റെ ഭാഗങ്ങളായി തന്നെ തുടർന്നു. ഏറെക്കാലത്തേക്ക് ആയി രാജ്യം ചേര പാണ്ഡ്യ രാജ്യങ്ങൾക്കിടയിലുള്ള ഒരു തടനിലമായി വർത്തിച്ചു, ബഫർ സ്റ്റേറ്റായി വർത്തിച്ചു. പക്ഷേ അതിൻ്റെ നാശത്തോടുകൂടി ആദ്യം പാണ്ഡ്യരും പിന്നീട് ചോളരും ആയി രാജ്യം കടന്ന് നേരിട്ട് ചേര സാമ്രാജ്യത്തെ ആക്രമിക്കുകയുണ്ടായി. ആയി രാജ്യത്തെ സ്വന്തം രാജ്യത്തോട് ചേർക്കുന്നതിൽ എന്നും സമുത്സുകരായിരുന്നു പാണ്ഡ്യ രാജാക്കന്മാർ. നാഞ്ചിനാട്ടു പ്രദേശങ്ങളിൽ അവർ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. ജയവർമ്മൻ 645-670 എന്ന പാണ്ഡ്യ രാജാവ് സമകാലികനായ കേരള രാജാവിൻ്റെ മേൽ വിജയം വരിച്ചതായി പ്രസ്താവമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനന്തരഗാമി അരികേസരി മാറവർമ്മനും 645-670 ചെന്നിലം എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ ഒരു വലിയ യുദ്ധത്തിൽ കേരള രാജാവിനെ തോൽപ്പിക്കുകയും അദ്ദേഹത്തെ ബന്ധുക്കളോടും സൈന്യങ്ങളോടും കൂടി ബന്ധനത്തിലാക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഈ പാണ്ഡ്യ വിജയങ്ങൾ ആയി രാജാക്കന്മാരുടെ മേൽ ഉണ്ടായവ ആയിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അക്കാലത്ത് ചേരശക്തി തെക്കൻ തിരുവിതാംകൂർ വരെ വ്യാപിച്ചിരുന്നില്ല. ഇറയ്യനാർ അകപ്പൊരുളിൻ്റെ വിഖ്യാതാവായ നക്കീരരും അരികേസരി മാറവർമ്മന്റെ കോട്ടാർ ആക്രമണത്തെപ്പറ്റി പറയുന്നുണ്ട്. അരികേസരി മാറവർമ്മന്റെ മകനായ കോച്ചടയൻ രണധീരൻ 700-730 മരുതൂർ യുദ്ധത്തിൽ ആയി രാജാവിനെ തോൽപ്പിച്ച് അദ്ദേഹത്തിന്റെ മേൽ പാണ്ഡ്യാധിപത്യം അടിച്ചേൽപ്പിച്ചു. ഇതിനെ തുടർന്ന് ഇരു രാജാക്കന്മാരും തമ്മിൽ ഒരു താൽക്കാലിക സന്ധി ഉണ്ടാക്കി. പക്ഷേ ആയി രാജാക്കന്മാർ പാണ്ഡ്യന്മാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കുകയും ഇത് ശത്രുതയുടെ പുനരാരംഭത്തിൽ കലാശിക്കുകയും ചെയ്തു. ചടയനും കരുനന്ദനും. 8-ാം ശതകത്തിന്റെ ഉത്തരാർദ്ധത്തിൽ ആയി രാജ്യം ഭരിച്ചത് ചടയനും അദ്ദേഹത്തിന്റെ മകൻ കരുനന്ദനും ആയിരുന്നു. ഇക്കാലത്ത് പാണ്ഡ്യ രാജാവായ മാറഞ്ചടയൻ അഥവാ ജഡിലവർമ്മൻ പരാന്തകൻ 765-815 ദക്ഷിണ കേരളം ആക്രമിക്കുകയും ചില വിജയങ്ങൾ നേടുകയും ചെയ്തു. അദ്ദേഹം തൻ്റെ 23-ാം ഭരണവർഷത്തിൽ മലനാട്ട് രാജാവിനെതിരായി വിജയകരമായ ഒരാക്രമണം നടത്തിയതായും അരിവിയൂർ കോട്ട നശിപ്പിച്ചതായും കഴുകുമാല ശാസനത്തിൽ പറയുന്നു. ഈ ശാസനത്തിൽ പറയുന്ന മലനാട്ട് രാജാവ് കരുനന്ദനായിരിക്കണം. ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായ വിഴിഞ്ഞവും മാറഞ്ചടയൻ പിടിച്ചതായി മദിരാശി മ്യൂസിയം ശാസനങ്ങൾ കൊണ്ടു കാണുന്നു. എന്നാൽ ആയി രാജാവ് പാണ്ഡ്യരുടെ ഭീഷണിക്ക് അനായാസം അങ്ങ് കീഴടങ്ങിയതായി തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മാറഞ്ചടയൻ ആദ്യത്തെ ആക്രമണത്തിന് ശേഷം 10-ലധികം വർഷങ്ങൾ കൂടി വിഴിഞ്ഞത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതായി തിരുവനന്തപുരം ശിലാശാസനം തെളിയിക്കുന്നു. ശ്രീവല്ലഭൻ 815-862 വിഴിഞ്ഞത്ത് ഒരു വിജയം നേടിയതായി പറയുന്നുണ്ട്. പ്രൊഫസർ കെ.എ. നീലകണ്ഠ ശാസ്ത്രി ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രസ്താവിക്കുന്നു.
കീഴടക്കിയ സ്ഥലങ്ങൾ സ്ഥിരമായി ഉറപ്പിച്ചിരുന്നില്ലെന്നും അവ ആദ്യത്തെ സന്ദർഭം ഉപയോഗിച്ച് സ്വാതന്ത്ര്യം നേടാൻ ശ്രമിച്ചിട്ടുണ്ടാവാമെന്നുമുള്ളതിന് വിഴിഞ്ഞത്തെ പടയോട്ടങ്ങൾ തെളിവായി എടുക്കാം. ഏതായാലും പാണ്ഡ്യാധിപത്യം അംഗീകരിക്കാൻ രാജാക്കന്മാർ തയ്യാറായില്ല. അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്യാൻ സന്നദ്ധരായി. മഹോദയപുരത്തെ ചേരന്മാരുമായി അവർ അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചേരന്മാർ അവരെ പാണ്ഡ്യന്മാർക്കെതിരെ ആയ യുദ്ധത്തിൽ സഹായിക്കുകയും ചെയ്തിരിക്കണം. കരുനന്ദനെ പിന്തുടർന്ന് അധികാരത്തിൽ വന്നത് കരുനന്ദരുമൻ ആയിരിക്കാം എന്ന് ഊഹിക്കാനേ തരമുള്ളൂ. അദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ വിവരമൊന്നും ഇല്ല. കരുനന്ദടക്കൻ രാജവംശത്തിലെ പിന്നത്തെ പ്രധാന രാജാവ് കരുനന്ദടക്കൻ 857-885 രാജ്യം ഇപ്പോൾ വടക്ക് തൃപ്പാപ്പൂർ മുതൽ തെക്ക് നാഗർകോവിൽ വരെ ആയിരുന്നു. വിഴിഞ്ഞമായിരുന്നു ആസ്ഥാനം. പാർത്ഥിവശേഖരപുരത്തെ, അതായത് പാർത്ഥിവപുരം വിഷ്ണു ക്ഷേത്രം കരുനന്ദടക്കനാണ് നിർമ്മിച്ചത്. അദ്ദേഹത്തിന് ശ്രീവല്ലഭൻ എന്നുകൂടി പേരുണ്ടായിരുന്നതായി ഹജൂർ ശാസനത്തിൽ നിന്ന് മനസ്സിലാക്കാം. മതത്തെയും വിജ്ഞാനത്തെയും പ്രോത്സാഹിപ്പിക്കാൻ ഇദ്ദേഹത്തിനുണ്ടായിരുന്ന സവിശേഷ താല്പര്യത്തിന് തെളിവാണ് ഈ ശാസനം. കരുനന്ദടക്കൻ മുഞ്ചിറ സഭക്കാരുടെ പക്കൽ നിന്ന് ഉഴക്കുടിവിള എന്ന സ്ഥലം വാങ്ങി അതിൻ്റെ അതിർത്തി നിശ്ചയിച്ച് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കുകയും ക്ഷേത്രത്തിന് ചുറ്റും പാർത്ഥിവശേഖരപുരം എന്ന ഗ്രാമം സ്ഥാപിക്കുകയും ചെയ്തതായി പ്രസ്തുത ശാസനത്തിൽ പറയുന്നു. അദ്ദേഹം അവിടെ ഒരു ശാലയും ഒരു വേദപഠനശാലയും സ്ഥാപിച്ചു. 95 നമ്പൂതിരി വിദ്യാർത്ഥികൾക്ക് ചട്ടർക്ക് സൗജന്യമായ താമസവും ഭക്ഷണവും പഠന സൗകര്യവും അദ്ദേഹം ഏർപ്പാട് ചെയ്തു. സുപ്രസിദ്ധമായ കാന്തളൂർ ശാലയുടെയും സ്ഥാപകൻ കരുനന്ദടക്കൻ ആയിരിക്കാം. വിക്രമാദിത്യ വരഗുണൻ 885-925 ആയിരുന്നു കരുനന്ദടക്കന്റെ അനന്തരഗാമി. തെക്കേ ഇന്ത്യയിൽ പാണ്ഡ്യരും ചോളരും തമ്മിൽ രാഷ്ട്രീയ അധികാരത്തിനു വേണ്ടി നടത്തിയ സമരം നിർണായകമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ഭരണത്തെയും ബാധിച്ചു. പരാന്തക ചോളൻ 907-955 പാണ്ഡ്യരാജാവായ മാറവർമ്മൻ രാജസിംഹൻ രണ്ടാമനെ 905-920 തോൽപ്പിക്കുകയും പാണ്ഡ്യരാജ്യം ചോള സാമ്രാജ്യത്തിൽ ചേർക്കുകയും ചെയ്തു. നാഞ്ചിനാടും ചോള ഭരണത്തിലായി. രാജസിംഹൻ സിലോണിലേക്ക് പലായനം ചെയ്യുകയും അവിടെ കുറെ നാൾ കഴിഞ്ഞതിനു ശേഷം അമ്മയുടെ ജന്മഭൂമിയായ കേരളത്തിൽ അഭയം തേടുകയും ചെയ്തു. ചോളർക്കെതിരായ യുദ്ധത്തിൽ പാണ്ഡ്യരെ വിക്രമാദിത്യ വരഗുണൻ സഹായിച്ചതായി തോന്നുന്നു. വിക്രമാദിത്യ വരഗുണൻ അനുവർത്തിച്ചു പോന്ന മതസഹിഷ്ണുതാ നയത്തിന് തെളിവാണ് അദ്ദേഹത്തിന്റെ പാലിയം ശാസനം. ചേര സാമ്രാജ്യത്തിലെ സുപ്രസിദ്ധ ബുദ്ധ കേന്ദ്രമായിരുന്ന തിരുമൂലപാദത്തിന് ശ്രീമൂലവാസം. ഈ ശാസനപ്രകാരം ദക്ഷിണ കേരളത്തിലെ ഒട്ടേറെ ഭൂസ്വത്ത് അദ്ദേഹം ദാനം ചെയ്യുന്നു. ഇങ്ങനെ ദാനം ചെയ്ത ഭൂമിയുടെ സംരക്ഷണ ഭാരം അദ്ദേഹം വീരകോതയെ ഏൽപ്പിച്ചു. ഗോദ രവിവർമ്മയുടെ കാലത്ത് 917-944 കോയിൽ അധികാരികൾ എന്ന സ്ഥാനം വഹിച്ച് യുവരാജാവായിരുന്ന ഇന്ദുക്കോദവർമ്മയാണ് ഈ വീരകോത. ഗോദ രവിവർമ്മയുടെ കാലത്ത്, അതായത് 917-944 കോയിലധികാരികൾ എന്ന സ്ഥാനം വഹിച്ച യുവരാജാവായിരുന്ന ഇന്ദുക്കോദവർമ്മയാണ് ഈ വീരകോത. വരഗുണന്റെ ഈ ഭൂദാനം ഒറ്റപ്പെട്ട ഒരു ധർമ്മ പ്രവർത്തനമായിരുന്നില്ല. ശത്രുക്കൾക്കെതിരായ യുദ്ധത്തിലുണ്ടായ പരാജയങ്ങളുടെയും നൈരാശ്യങ്ങളുടെയും ഫലമായി ക്ഷേത്രങ്ങൾക്കും ധർമ്മസ്ഥാപനങ്ങൾക്കും ഭൂമി ദാനം ചെയ്യുക എന്നൊരു പൊതുനയം അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ ദാനവും. രാജാക്കന്മാരുടെ അടുത്ത തലമുറകൾ ഈ ദാനഭൂമിയെ ശുഷ്കാന്തിയോടെ കാത്തുകൊള്ളണമെന്ന് അദ്ദേഹം ശാസനത്തിൽ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഈ ഭൂമിയെ ധർമ്മപത്നിയെ എന്ന പോലെ ഹൃദയത്തിൽ വെച്ച് സൂക്ഷിക്കുകയും കാലാകാലങ്ങളിൽ മറ്റുള്ളവർ അനുഭവിക്കാൻ ഇടവരാത്ത വിധം പാലിച്ചു കൊള്ളുകയും വേണം. നിങ്ങളുടെ മനസ്സ് സൽക്കർമ്മങ്ങളിൽ നിരതമാവട്ടെ. കാലൻ വായും പിളർന്ന് കാലവും പാർത്ത് ചുറ്റിത്തിരിയുന്നു. അദ്ദേഹത്തിന് ആനുകൂല്യം ചെയ്യാൻ എന്ന പോലെ പിതാവായ സൂര്യൻ ഗതിവേഗത്താൽ നിങ്ങളുടെ ശേഷിച്ച ജീവിതവും തിടുക്കത്തിൽ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാലൻ, അദ്ദേഹത്തിന്റെ പിതാവായ സൂര്യൻ എന്നിങ്ങനെ ഈ ശാസനത്തിൽ പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾ പരാന്തക ചോളനെയും അദ്ദേഹത്തിന്റെ പിതാവായ ആദിത്യ ചോളനെയും പരാമർശിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. AD 925 ആയപ്പോൾ ചോളന്മാർ പാണ്ഡ്യരെ തോൽപ്പിച്ചു കഴിയുകയും രാജ്യത്തിന് ഒരു ഭീഷണിയായി തീരുകയും ചെയ്തിരുന്നല്ലോ. രാജാക്കന്മാരുടെയും അവരുടെ സമകാലികരായിരുന്ന ചോള, പാണ്ഡ്യ, ചേര രാജാക്കന്മാരുടെയും ഒരു പട്ടിക ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ചേർത്തിരിക്കുന്നു. രാജവംശത്തിന്റെ അവസാനം
വിക്രമാദിത്യ വരഗുണന്റെ മരണത്തിന് ശേഷം ആയി വംശത്തിന് ഒരു പ്രത്യേക രാജവംശം എന്ന പദവി നഷ്ടപ്പെടുകയും ആ രാജ്യത്തിന്റെ വടക്കൻ ഭാഗങ്ങൾ ചേര സാമ്രാജ്യത്തിന്റെ വേണാട്ട് വിഭാഗത്തിലാവുകയും ചെയ്തു. ചേര ആധിപത്യത്തിലായിരുന്ന കാന്തല്ലൂരും വിഴിഞ്ഞവും ചോളന്മാർ അധീനപ്പെടുത്തിയതായി 10ാം ശതകത്തിലെ ശാസനങ്ങളിൽ നിന്ന് അറിയാം. അക്കാലത്തെ ശാസനങ്ങളിൽ ഒന്നിലും ആയി രാജ്യത്തെ ഒരു പ്രത്യേക ശക്തിയായി പരാമർശിച്ച് കാണുന്നില്ല. ആയി രാജാക്കന്മാരുടെ കുലദേവാലയമായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തിന് 10 മൈൽ വടക്കുള്ള തൃപ്പാപ്പൂർ താമസമാക്കിയിരുന്ന ഒരു ആയി വംശശാഖ വേണാട്ട് ഭരിച്ചുകൊണ്ടിരുന്ന കീഴ്പേരൂർ സ്വരൂപത്തിൽ ലയിച്ചതായി കരുതാം. സാമൂഹിക ജീവിതവും സംസ്കാരവും. ആയി രാജാക്കന്മാരുടെ ശാസനങ്ങൾ അവരുടെ രാജ്യത്തിലെ രാഷ്ട്രീയവും സാമൂഹികവും മതപരവുമായ സ്ഥിതിഗതികളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. അവിടെ രാജ്യാവകാശം പരമ്പരാഗതമായിരുന്നു. മക്കത്തായമായിരുന്നു ആയി രാജാക്കന്മാരും പിന്തുടർന്നത്. രാജ്യം പല നാടുകളായും നാട് ദേശങ്ങളായും വിഭജിച്ചിരുന്നു. കിഴവൻ എന്ന ഉദ്യോഗസ്ഥനായിരുന്നു രാജാവിന്റെ നിർദ്ദേശപ്രകാരം നാടിന്റെ ഭരണകാര്യങ്ങൾ നോക്കിപ്പോന്നത്. ആയി രാജാക്കന്മാർ രാജ്യത്തിന്റെ പ്രതിരോധ സജ്ജീകരണങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. ആയുധാഭ്യാസശാലകൾ ഉണ്ടായിരുന്ന വിഴിഞ്ഞവും കാന്തളൂരും അവരുടെ സൈനിക കേന്ദ്രങ്ങളായിരുന്നു. ശ്രീവല്ലപ്പെരുംപണൈക്കൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന വിഴിഞ്ഞത്തുകാരൻ അവിയലണ്ടടക്കൻ കരുനന്തടക്കന്റെ ആയുധ നിർമ്മാതാവായിരുന്നതായി തൃപ്പരപ്പു ശാസനത്തിൽ പറയുന്നു. ശ്രീവല്ലപ്പെരുംപനൈക്കൻ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന വിഴിഞ്ഞത്തുകാരൻ അവിയലണ്ടടക്കൻ കരുനന്തടക്കന്റെ ആയുധ നിർമ്മാതാവായിരുന്നതായി തൃപ്പരപ്പു ശാസനത്തിൽ പറയുന്നു. ഏതു കുറ്റത്തിനും പിഴ ഈടാക്കുക എന്നതായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ശിക്ഷ. നിയതമായ അളവിൽ സ്വർണമായി ഈടാക്കിയിരുന്ന ഈ പിഴ ക്ഷേത്രത്തിലോ രാജഭണ്ഡാരത്തിലോ അടയ്ക്കുകയായിരുന്നു പതിവ്. ഒരു പ്രധാന സ്ഥാപനമായിരുന്ന ക്ഷേത്രത്തിലെ സഭ ക്ഷേത്രത്തിലേക്കുള്ള ദാനങ്ങൾ സ്വീകരിക്കുക, ക്ഷേത്രത്തിലെ ചെലവ് നടത്തുക മുതലായ എല്ലാ കാര്യങ്ങളിലും ഈ സഭകളായിരുന്നു നിർവഹിച്ചു പോന്നത്. വിദ്യാഭ്യാസത്തെയും വിജ്ഞാനത്തെയും ആയി രാജാക്കന്മാർ ഹൃദയപൂർവ്വം പ്രോത്സാഹിപ്പിച്ചു. ശാലകൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ സാംസ്കാരിക ജീവിതത്തിൽ ഒരു നല്ല പങ്ക് വഹിച്ചിരുന്നു. ഓരോ ക്ഷേത്രത്തോടും അനുബന്ധിച്ച് ഓരോ ശാല ഉണ്ടായിരുന്നു. ആയി രാജവംശത്തിലെ പ്രസിദ്ധിപ്പെട്ട വിദ്യാകേന്ദ്രങ്ങളായിരുന്നു കാന്തളൂരെയും പാർത്ഥിവശേഖരപുരത്തെയും ശാലകൾ. ഈ ശാലകളിൽ ബ്രാഹ്മണ വിദ്യാർത്ഥികൾക്ക് താമസവും ഭക്ഷണവും സൗജന്യമായിരുന്നു. അവർ വേദങ്ങളുടെ വിവിധ ശാഖകളിലും വിജ്ഞാനത്തിന്റെ മറ്റു മേഖലകളിലും അഭ്യസനം നടത്തി. നമ്പൂതിരി വിദ്യാർത്ഥികൾക്ക് മാത്രമേ പാർത്ഥിവശേഖരപുരം ശാലയിൽ പ്രവേശനമുണ്ടായിരുന്നുള്ളൂ എന്ന് ഹജൂർ ശാസനത്തിൽ നിന്ന് മനസ്സിലാക്കാം. ആ ശാലയിലെ 95 കലങ്ങൾ, ഉണ്ണുന്ന പാത്രങ്ങൾ അതായത് സ്ഥാനങ്ങൾ, പവിഴിയചരണം, തൈത്തിരീയ ചരണം, തലവകാര ചരണം എന്നീ 3 ചരണങ്ങൾക്കായി വിഭജിച്ചിരുന്നു. കർശനമായിരുന്നു ശാലയിലെ അച്ചടക്കം. വിദ്യാർത്ഥികളുടെ സ്വഭാവത്തിൽ സാൻമാർഗിക ഭദ്രത വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ഹജൂർ ശാസനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ശിക്ഷണ നിയമങ്ങളുടെ ചുരുക്കം ഇതാണ്. ശാലയിലും പരിസരങ്ങളിലും അസഭ്യ ഭാഷണം പാടില്ല. കലഹങ്ങളും കയ്യേറ്റങ്ങളും കഠിന ശിക്ഷയ്ക്ക് അർഹമാണ്. അന്തേവാസികൾ ആക്രമണായുധങ്ങൾ കൊണ്ട് നടക്കരുത്. ഏതു രീതിയിലുള്ള ചൂതാട്ടവും കുറ്റകരമാണ്. ചൂത് കളിക്കുന്ന വിദ്യാർത്ഥിക്ക് ഒരു ദിവസത്തേക്ക് ഭക്ഷണം കൊടുക്കുകയില്ല. വിദ്യാർത്ഥി മന്ദിരങ്ങളിൽ വേലക്കാരികളെ നിയമിച്ചുകൂടാ. ഈ ചട്ടങ്ങൾ നീക്കുപോക്കില്ലാതെ പാലിച്ചിരുന്നതുകൊണ്ട് കാന്തളൂർ, പാർത്ഥിവപുരം മുതലായ ആയി രാജ്യങ്ങളിലെ ശാലകൾ മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെന്ന് കീർത്തി നേടി. ജനങ്ങൾ അക്കാലത്ത് മാതൃകാ വിദ്യാലയമായി കണക്കാക്കുകയാൽ കാന്തളൂർ ശാലയെ ദക്ഷിണ നളന്ദ എന്ന് പോലും വിശേഷിപ്പിച്ചിട്ടുണ്ട്. നാട്ടിലെ ദേവാലയങ്ങളുടെ മേൽ ഭരണകൂടത്തിന് പ്രത്യേകം ശ്രദ്ധയുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസത്തെ ബുദ്ധക്ഷേത്രത്തിന് ധാരാളം ഭൂമി ദാനം ചെയ്ത കാര്യം പാലിയം ശാസനത്തിൽ നിന്നും കരുനന്തടക്കൻ പാർത്ഥിവശേഖരപുരത്ത് വിഷ്ണുക്ഷേത്രം നിർമ്മിക്കുകയും ശാല ഏർപ്പെടുത്തുകയും ചെയ്തതായി ഹജൂർ ശാസനത്തിൽ നിന്നും മനസ്സിലാക്കാം. സാധാരണ ജനങ്ങളും ധർമ്മസ്ഥാപനങ്ങൾക്ക് ധനസഹായം ചെയ്യുന്നതിൽ താല്പര്യമുള്ളവരായിരുന്നു. ഒരു സ്വകാര്യ വ്യക്തി തിരുച്ചാരണ
തിരുച്ചാരണത്തുമലയിലെ ജൈനക്ഷേത്രത്തിലേക്ക് വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ ദാനം ചെയ്തതായി വിക്രമാദിത്യ വരഗുണന്റെ 28ാം ഭരണവർഷത്തിലുണ്ടായ ചിതറാൽ ശാസനത്തിൽ പറയുന്നു. മറ്റൊരാൾ തിരുവിടൈക്കോട്ട് ശിവക്ഷേത്രത്തിലേക്ക് നന്ദാവിളക്കിന് 25 പശുക്കളെ ദാനം ചെയ്തതായി തിരുവിടൈക്കോട്ട് ശാസനത്തിൽ നിന്ന് അറിയാം. ആയി രാജവംശത്തിന്റെ അവസാന കാലത്ത് അവിടെ ബുദ്ധമതവും ജൈനമതവും ക്ഷയിക്കുകയും പകരം വൈഷ്ണവ മതം വികാസം പ്രാപിക്കുകയും ചെയ്തു. വടക്ക് മഹോദയപുരത്തെ സമകാലികരായ കുലശേഖരന്മാർ ചെയ്തതുപോലെ ആയി രാജാക്കന്മാരും ഹിന്ദുമതത്തിന്റെയും ഹൈന്ദവ സംസ്കാരത്തിന്റെയും സംരക്ഷണം ഏറ്റെടുത്തു. അവർ നിലവിലുള്ള ക്ഷേത്രങ്ങൾ കാത്തുസൂക്ഷിക്കുകയും പുതിയവ നിർമ്മിക്കുകയും ചെയ്തു. പാർത്ഥിവശേഖരപുരത്ത് കരുനന്തടക്കൻ നിർമ്മിച്ച വിഷ്ണു ക്ഷേത്രം ഇതിന് ഉദാഹരണമാണ്. ആയി രാജാക്കന്മാരുടെ പ്രത്യേക സംരക്ഷണത്തിലായിരുന്നു തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം. അവർ ഹിന്ദു മതഭക്തന്മാരായിരുന്നുവെങ്കിലും ബൗദ്ധ ക്ഷേത്രങ്ങൾക്കും ഉദാരമായ സംഭാവനകൾ നൽകിയിരുന്നു. ഇത് ആയി രാജാക്കന്മാരുടെ ഭരണത്തിൽ സമ്പൂർണമായ മതസഹിഷ്ണുത നിലവിലിരുന്നു എന്നതിന് ദൃഷ്ടാന്തമാണ്. ആയി, ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരുടെ വംശാവലി. ആയി രാജാക്കന്മാർ: ചടയൻ AD 788 വരെ, കരുനന്ദരുമനും AD 788-857, കരുനന്തടക്കൻ AD 857-855, വിക്രമാദിത്യ വരഗുണൻ AD 885-925. ചേര രാജാക്കന്മാർ: കുലശേഖര ആഴ്വാർ AD 820 വരെ, രാജശേഖരവർമ്മൻ AD 820-844, സ്ഥാണുരവിവർമ്മ AD 844-885, രാമവർമ്മ AD 885-917, ഗോദാരവിവർമ്മ AD 917-944, ഇന്ദുക്കോദവർമ്മ AD 944-962. ചോള രാജാക്കന്മാർ: വിജയാലയൻ AD 850-871, ആദിത്യൻ ഒന്നാമൻ AD 871-907, പരാന്തകൻ ഒന്നാമൻ AD 907-955. പാണ്ഡ്യ രാജാക്കന്മാർ: മാറഞ്ചടയൻ അഥവാ ജഡിലവർമ്മൻ പരാന്തകൻ AD 765-815, ശ്രീമാറ ശ്രീവല്ലഭൻ AD 815-862, വരഗുണവർമ്മ രണ്ടാമൻ AD 862-885, പരാന്തക വീരനാരായണൻ AD 860-905, മാറവർമ്മൻ രാജസിംഹൻ രണ്ടാമൻ AD 905-920.